തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം നിർണ്ണയിക്കുന്ന വിഴിഞ്ഞം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ മുന്നണികൾ സർവ്വസന്നാഹങ്ങളുമായി പോരാടുന്നു. ബി.ജെ.പിക്ക് കേവല ഭൂരിപക്ഷം നേടാനുള്ള അവസരമായി ഈ തെരഞ്ഞെടുപ്പിൽ എൽ.ഡി.എഫും യു.ഡി.എഫും വിമതരുടെ ഭീഷണി നേരിടുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണചക്രത്തിൽ നിർണായകമായ വിഴിഞ്ഞം വാർഡ് വിധി എഴുതുകയാണ്. വെറുമൊരു ഉപതെരഞ്ഞെടുപ്പ് എന്നതിലുപരി കേരളത്തിന്റെ തലസ്ഥാന നഗരിയിലെ ബി.ജെ.പി ഭരണത്തിന് പാത ഒരുങ്ങുമോ അതോ പ്രതിപക്ഷം കരുത്താർജിക്കുമോ എന്ന് നിശ്ചയിക്കുന്ന രാഷ്ട്രീയ അങ്കത്തട്ടായി വിഴിഞ്ഞം മാറുകയാണ്. സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ച ഈ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾ സർവ്വസന്നാഹങ്ങളുമായാണ് കളം നിറയുന്നത്. വിഴിഞ്ഞം വാർഡ് ജയിച്ചാൽ ബി.ജെ.പിക്ക് കോർപ്പറേഷനിൽ കേവല ഭൂരിപക്ഷമെന്ന 51 മാന്ത്രിക സംഖ്യയിൽ സ്വന്തം നിലയ്ക്കെത്താൻ സാധിക്കുമെന്നാണ് ഈ പോരാട്ടത്തെ ദേശീയ ശ്രദ്ധയിലേക്ക് ഉയർത്തുന്നത്. നിലവിൽ CPM-ന്റെ സിറ്റിംഗ് സീറ്റായ വിഴിഞ്ഞം നിലനിർത്തുക എന്നത് ഇടതുപക്ഷത്തിന്റെ അഭിമാന പ്രശ്നമാണ്. മുൻ കൗൺസിലർ അബ്ദുൾ റഷീദിലൂടെ 2015 പിടിച്ചെടുത്ത വാർഡ് കരുത്തനായ പ്രാദേശിക നേതാവ് N. നൌഷാദിലൂടെ കാത്തുസൂക്ഷിക്കാനാണ് LDF-ന്റെ ശ്രമം. എന്നാൽ LDF മുൻ കൗൺസിലർ തന്നെ വിമതനായി രംഗത്തെത്തിയത് ഇടതുപാളിയിൽ ആശങ്കകളുണ്ടാക്കി. UDF-നാകട്ടെ തങ്ങളുടെ പഴയ കരുത്തുറ്റ കോട്ട തിരിച്ചുപിടിക്കാൻ മുൻ കൗൺസിലർ KH സുധീർ ഖാനെയാണ് കളത്തിലിറക്കുന്നത്. എന്നാൽ യൂത്ത് കോൺഗ്രസ് മുൻ ഭാരവാഹി വിമതനായി മത്സരിക്കുന്നതും UDF-ന്റെ വോട്ട് ബാങ്കിനെ ബാധിക്കുമോ എന്ന് പേടി നിലനിൽക്കുന്നു. സർവശക്തിപുരം ബിനുവിനെ സ്ഥാനാർത്ഥിയാക്കി BJP പയറ്റുന്ന വാർഡിൽ ത്രികോണ മത്സരത്തിൽ വിള്ളലുകൾ മുതലെടുക്കുകയാണ്. LDF-ലും UDF-ലും ആഞ്ഞടിക്കുന്ന പ്രശ്നങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി വോട്ടുകളായി മാറുമെന്നാണ് NDയുടെ കണക്കൂട്ടൽ. തീരദേശ മേഖലയിലെ വികസനവും തുറമുഖവുമായി ബന്ധപ്പെട്ട ചർച്ചകളും വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. 13,000-ലേറെ വോട്ടർമാരുള്ള ഈ വലിയ വാർഡിൽ ന്യൂനപക്ഷ വോട്ടുകൾ ആർക്ക് അനുകൂലമാകുക എന്നത് ഫലം നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും. 9 സ്ഥാനാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന വിഴിഞ്ഞം പോരാട്ടത്തിൽ രാഷ്ട്രീയ ആരോപണങ്ങളും പ്രതിരാരോപണങ്ങളും മുനുകൂർത്തതാണ്. CPM BJP അന്തർധാരയുണ്ടെന്ന് കോൺഗ്രസ് ആരോപണവും വികസന വിരുദ്ധതയെക്കുറിച്ചുള്ള BJP LDF വാദങ്ങളും വോട്ടെടുപ്പിന് മുന്നോടിയായി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായി BJP-യിലെ VV രാജേഷ് 51 വോട്ട് നേടിയാണ് വിജയിച്ചത്. പാറ്റൂരിൽ നിന്നുള്ള സ്വതന്ത്രൻ രാധാകൃഷ്ണൻ BJP-ക്ക് വോട്ട് ചെയ്തു. നഗരസഭയിൽ 99 കൗൺസിലർമാരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. പൗണ്ട് കടവ് ഡിവിഷനിൽ നിന്ന് വിജയിച്ച കോൺഗ്രസ് വിമതൻ സുധീഷ് കുമാർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. വരണാധികാരിയായ ജില്ലാ കളക്ടർ അനൂപ് കുമാരുടെ മേൽനോട്ടത്തിലാണ് മേയർ തെരഞ്ഞെടുപ്പ് നടന്നത്. LDF-ന്റെ RP ശിവജി, UDF-ന്റെ KS ശബരിനാഥൻ എന്നിവരാണ് മേയർ സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നത്. കോൺഗ്രസിന്റെ 2 വോട്ടുകൾ അസാധുവായി. KR ക്ലീറ്റസ്, S ലതിക എന്നീ കൗൺസിലർമാരുടെ വോട്ടുകളാണ് അസാധുവായത്. ശബരിനാഥന് 17 വോട്ടുകളാണ് ലഭിച്ചത്. LDF-ന്റെ RP ശിവജിക്ക് 29 വോട്ടും ലഭിച്ചു. വോട്ടെടുപ്പിന് പിന്നിലെ BJP-യിലെ 20 അംഗങ്ങൾ ചട്ടവിരുദ്ധമായാണ് കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്തുവെന്നും അവരുടെ വോട്ടുകൾ എണ്ണരുതെന്നും CPM നേതാവ് SP ദീപക് അവകാശപ്പെട്ടിരുന്നു. ദേവീദേവന്മാരുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ CPM-ന്റെ ഈ ആവശ്യം ജില്ലാ കളക്ടർ തള്ളി. സത്യപ്രതിജ്ഞ ചെയ്ത് രജിസ്റ്റർ ഒപ്പുവെച്ചതോടെ ഇവർ കൗൺസിലർമാരായി മാറിയെന്നാണ് കളക്ടർ പറഞ്ഞത്. എതിർപ്പുണ്ടായിരുന്നെങ്കിലും സത്യപ്രതിജ്ഞ ചെയ്ത് ഒപ്പിടുന്ന അവസരത്തിൽ ഉന്നയിക്കാതിരുന്നത് എന്തുകൊണ്ടെന്നും കളക്ടർ ചോദിച്ചു. ഇനി പരാതി ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാനും അന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിരുന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് സംസ്ഥാനത്ത് ഒരു കോർപ്പറേഷനിൽ BJP അധികാരം നേടുന്നത്. നാളെ ജനുവരി 13-ന് വോട്ടെണ്ണൽ നടക്കുമ്പോൾ വിഴിഞ്ഞം ആര് തുണയ്ക്കുമെന്നത് തിരുവനന്തപുരം നഗരസഭയുടെ അടുത്ത 4 വർഷത്തെ ഭരണഗതി സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ്. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ദയനീയ തോൽവിക്ക് കാരണം സംഘടനാപരമായ വീഴ്ചയാണെന്ന് CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനങ്ങളുണ്ടായി. പാർട്ടി സംസ്ഥാന സെക്രട്ടറി NB ഗോവിന്ദൻ ഉൾപ്പെടെ പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് നേതൃത്വപരമായ വീഴ്ചയ്ക്കെതിരെ വിമർശനമുണ്ടായത്. ഓരോ വാർഡുകളും ചുമതല ഏൽപ്പിച്ചവർ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചില്ല എന്ന് കുറ്റപ്പെടുത്തലുമുണ്ടായിരുന്നു. പല വാർഡുകളിലും ജയിച്ചെന്ന പ്രതിനിധി ഉണ്ടാക്കിയ ഉഴപ്പിത് തിരിച്ചടിക്ക് കാരണമായി. ഇത്തരക്കാർക്ക് മറ്റു വാർഡുകളിലേക്ക് പ്രവർത്തനങ്ങൾക്ക് പോയെന്നും വിമർശനമുയർന്നു. 4 പതിറ്റാണ്ടായി തുടരുന്ന ഇടതുകോട്ട തകർത്താണ് 50 സീറ്റ് BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത്. സീറ്റ് ഇരട്ടിയാക്കി UDF വൻ മുന്നേറ്റമുണ്ടാക്കി. ചുവപ്പിന്റെ തലസ്ഥാനം കാവിയണിഞ്ഞു. ത്രികോണപ്പോരിൽ തിരുവനന്തപുരം BJP-ക്കൊപ്പം പോന്നു. കേവല ഭൂരിപക്ഷത്തിന് ഒരേ ഒരു സീറ്റിന്റെ കുറവ് മാത്രമേ BJP-ക്കുള്ളൂ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.